الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبراها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് മനുഷ്യരിൽ പലരും പറയാറുണ്ട്. ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പോവുകയും ചെയ്യും. വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തി നടക്കാൻ പോലും കഴിയാതെ, സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ ശയ്യാവലംബിയായി ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന പലരും മരിക്കാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദീർഘകാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി ഫ്ലൈറ്റ് കയറിയവൻ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അതിൽ യാത്രക്കാർ ഏതാണ്ട് എല്ലാവരും തീഗോളമായി മാറുന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നല്ലൊരു വീടുണ്ടാക്കി ആ വീടിന് കൂടൽ നിശ്ചയിച്ച് അന്ന് രാവിലെ ഗൃഹനാഥൻ മരണപ്പെട്ടു പോകുന്നു. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വിവാഹ ദിവസം നിശ്ചയിച്ച് വധുവിനെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വരൻ അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ദുരന്തത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട്
അവശേഷിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത പുരുഷൻ, യുവാവ്, അവൻ അപകടത്തിൽ മരണപ്പെടുന്നു. സ്വാഭാവികമായും മരണത്തിന്റെ ക്രൂരതാണ്ഡവം എന്നോ പ്രകൃതിയുടെ വികൃതി എന്നോ ഒക്കെ മനുഷ്യർ പറയുന്നു. ചില ആളുകൾ പറയുന്നത് ദൈവം എന്നൊന്ന് ഇല്ലാതിരിക്കലാണ് ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത് എന്നാണ്. ചില ബുദ്ധിജീവികളൊക്കെ നമ്മളെ നാട്ടില് ധാരാളം വ്യൂവേഴ്സ് ഉള്ള, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ചില ബുദ്ധിജീവികളുടെ ഒക്കെ വാദം അങ്ങനെയാണ്. ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത് ദൈവമില്ലാതിരിക്കലാണ്. ജീവിതം എന്താണ്, എന്തിനാണ് ജീവിതമെന്ന് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ലക്ഷ്യബോധമുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്തരം രംഗങ്ങളിലൊക്കെ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവന്റെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഉണ്ട്. കാരണം എന്താണ് ജീവിതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദക്കും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫത്തൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 40 ദിവസം നുത്ഫത്തായിട്ട് ബീജഗണമായി നിലനിൽക്കുന്നു. സുമ്മ യകൂനു അലഖത്തൻ മിസ്ല ദാലിക, പിന്നീട് അതുപോലെ ഭ്രൂണമായി നിലനിൽക്കുന്നു. സുമ്മ യകൂനു മുദ്ഗത്തൻ മിസ്ല ദാലിക, അതുപോലെ ഒരു 40 ദിവസം മുദ്ഗത്തായിട്ട്, സിദ്ധാന്തമായിട്ട് അരച്ച ബബിൾഗം പോലെയുള്ള അവസ്ഥയിൽ നിങ്ങൾ നിലനിൽക്കുന്നു. സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, പിന്നീട് മാതാവിന്റെ 4 മാസം കഴിയുമ്പോൾ 40 4 മാസം കഴിയുമ്പോ ഒരു മലക്കിനെ നിയോഗിക്കപ്പെടുന്നു. ഫയുൻഫഖു ഫീഹി റൂഹു, അത് ആ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിക്കപ്പെടുന്നു. വയുഅ്മറു ബി അർബഇൻ, 4 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, യുക്തബു റിസ്ഖുഹു, അവന്റെ റിസ്ഖ് എഴുതപ്പെടുന്നു. വ അജലുഹു, അവന്റെ അവധിയും എഴുതപ്പെടുന്നു. വ അമലുഹു, അവൻ എന്തൊക്കെ ചെയ്യണം ഈ ഭൂമിയിൽ എന്ന് എഴുതപ്പെടുന്നു. വ ശഖിയുൻ ഔ സഈദുൻ, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ എന്ന് എഴുതപ്പെടുന്നു. ഇത് ഓരോ മനുഷ്യന്റെയും കാര്യത്തിൽ അള്ളാഹുവിന്റെ മലക്കിനെ നിശ്ചയിച്ചുകൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി, ഭൂമിയിൽ ഒരു വിപത്തും സംഭവിക്കുന്നില്ല. വലാ ഫീ അൻഫുസികും, നിങ്ങൾക്ക് തന്നെയും ഒരു വിപത്തും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ, അത് ഉണ്ടാവുന്നതിന് മുമ്പേ അത് കൃത്യമായ ഒരു റെക്കോർഡിൽ ഉണ്ടായിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. കോടിക്കണക്കിന് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബിന് അവർക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കണമെന്ന് തീരുമാനിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി അറിയിച്ചു തരുന്നത്. ഭൂമിയിലോ നിങ്ങൾക്ക് തന്നെയോ ഒരു വിപത്തും സംഭവിക്കുന്നില്ല. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു റെക്കോർഡിൽ ഉണ്ടായിട്ടല്ലാതെ, അത് സംഭവിക്കുന്നതിന് മുമ്പ് ഈ കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ അതിര് വിട്ട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അതിര് വിട്ട് സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയാണ് ഈ കാര്യം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിച്ചു തരുന്നത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളായ
അഹങ്കാരികളായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ വളരെ കൃത്യമാണ്, മനുഷ്യ ജീവിതത്തിലും ഭൂമിയിലും എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം വളരെ കൃത്യമായി റബ്ബിന്റെ അടുക്കൽ ഒരു രേഖയിൽ റെക്കോർഡിൽ ഉണ്ടായിട്ടല്ലാതെ റബ്ബിന്റെ തീരുമാനപ്രകാരമല്ലാതെ അല്ല എന്ന്. അപ്പൊ നമ്മള് രംഗബോധമില്ലാത്ത കോമാളി എന്നോ അല്ലെങ്കിൽ മരണത്തിന്റെ താണ്ഡവം, ക്രൂര താണ്ഡവം എന്നോ പ്രകൃതിയുടെ വികൃതി എന്നോ എന്ത് പേര് വിളിച്ചാലും ശരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും മരണത്തെ കാത്തിങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളെ മരണം പിടികൂടുകയുള്ളൂ എന്ന് അള്ളാഹു നമ്മോട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ഭൗതിക ആസ്വാദനങ്ങളെയും അവസാനിപ്പിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണമേ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ, ഒരു പരദേശിയെ പോലെ ആയിത്തീരണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരണം. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശം കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തംതളിരിസ് സ്വബാഹ്, വൈകുന്നേരമായാൽ നീ രാവിലെ പ്രതീക്ഷിക്കരുതേ. വഇദാ അസ്ബഹത ഫലാ തംതളിരിസ് സബാഹ്, നീ രാവിലെയായാൽ വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കരുതേ. വഖുദ് സിഹ്ഹതിക ലിമർളിക, നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നീ രോഗം വരുന്ന സമയത്തേക്കുള്ളത് ശരിയാക്കി വെക്കുക. വമിൻ ഹയാതിക ലിമൗതിക, നിനക്ക് ജീവിതമുള്ള സമയത്ത് നീ മരണത്തിന് തയ്യാറായി ഒരുങ്ങിക്കൊള്ളുക എന്ന്. അപ്പൊ നിങ്ങള് ഓരോ മനുഷ്യനും ബെഡിൽ ഇങ്ങനെ മരണം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മരണം വരികയുള്ളൂ എന്നോ, അല്ലെങ്കിൽ സർവശക്തനായ എല്ലാം തീരുമാനിച്ച ഒരു റബ്ബുള്ളത് കൊണ്ട് അനിഷ്ടകരമായതൊന്നും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല എന്നോ അള്ളാഹുവോ റസൂലോ നമ്മെ അറിയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിലല്ലേ ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത് ദൈവം എന്നൊന്ന് ഇല്ലാതിരിക്കലാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കാം. അപ്പൊ ഈ പ്രമാണങ്ങളെയും ദീനിനെയും അറിയാത്ത, ഈമാൻ ഉൾക്കൊള്ളാത്ത ആളുകൾക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ പറയുകയും എന്നിട്ട് ദൈവത്തിന് നല്ലത് ദൈവം എന്നൊന്ന് ഇല്ലാതിരിക്കലാണ് അവന്റെ അന്തസ്സിന് നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോ ചിലപ്പോ അറിവില്ലാത്തവനൊക്കെ പെട്ടുപോയി എന്ന് വരും. പക്ഷെ ഈമാനുള്ള ജീവിതത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും വിശ്വാസവുമുള്ള ആളും അതിൽ പെട്ടുപോവുകയില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു വിപത്തും ബാധിക്കില്ല എന്നോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് വിപത്ത് സംഭവിക്കുകയുള്ളൂ എന്നോ, നിങ്ങൾ മരണത്തിന് ഇങ്ങനെ തയ്യാറായി കാത്തിരിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങളെ മരണം പിടികൂടുകയുള്ളൂ എന്നോ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നിങ്ങൾ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മരണത്തിന് തയ്യാറായിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കണം എന്നാണ് അള്ളാഹു നമ്മെ അറിയിച്ചത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരു മനുഷ്യനും അറിയില്ല, ഒരു നഫ്സിനും അറിയില്ല അവൻ നാളെ എന്ത് ചെയ്യുമെന്ന്. ഒരു നഫ്സിനും അറിയില്ല അവൻ എപ്പോൾ മരിക്കുമെന്ന്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും മരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കണമേ എന്നാണ്. പിന്നെ മനുഷ്യര് 100-200 ആളങ്ങ് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ 1000-ഓ 2000-ഓ 10,000-ഓ ആളുകൾ ഒറ്റയടിക്കങ്ങ് മരിച്ചു പോകുന്നു. അതൊരു വല്ലാത്ത ക്രൂരത തന്നെയാണല്ലോ. ഭൂമിയിൽ സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആപത്തും സംഭവിക്കില്ല എന്നുള്ള നിലക്ക് സുഖമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ അവർ കിടന്നുറങ്ങിയ ഒരു പ്രദേശം തന്നെ ഭൂമിയിൽ നിന്ന് അങ്ങ് ഇല്ലാതെയായി പോകുന്നു. അപ്പൊ അള്ളാഹ് കാരുണ്യവാനാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് തന്നെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്.
അള്ളാഹു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പ്രവാചക തിരുമേനിയിൽ നിന്ന്, ലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ. അള്ളാഹു ഈ ഭൂമിയിലെ ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ, മാ സഖാ കാഫിറൻ ശുർബത്തമാഇൻ, കാഫിറിന് ഈ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് ദൈവധിക്കാരിയായി ജീവിക്കുന്ന മനുഷ്യന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അള്ളാഹു കൊടുക്കുമായിരുന്നില്ല എന്നാണ്. അപ്പൊ ഭൂമിയിലെ ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില പോലും അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല. 200 ആളോ 1000 ആളോ 2000 10,000 ആളോ ഇനി ലക്ഷങ്ങളോ ഒന്നിച്ച് ഭൂമിയിൽ നിന്ന് അങ്ങ് പോവുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവര് വിശ്വാസികളാണ്. അള്ളാഹുവിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വിനയത്തോടുകൂടി നല്ലവരായി ജീവിച്ചവരാണെങ്കിൽ അവർ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ചത് കൊണ്ട് ശാശ്വതമായ സ്വർഗീയ സുഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അള്ളാന്റെ അടുത്ത് അതാണ്. നമുക്കാണ് വല്ലാത്തൊരു ടെൻഷനും പ്രയാസവും ഒക്കെ ആയിട്ട് മാറുന്നത്. അതാ അള്ളാഹു പറയുന്നത്, ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില പോലും കൽപ്പിച്ചിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വല്ലാഹി വിരലിങ്ങനെ സമുദ്രത്തിൽ മുക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ മിസ്ല മാ യജഅലു അഹദുകും ഇസ്മഅഹു. ഈ വിരലിൽ സമുദ്രത്തിൽ മുക്കിയ ഈ വിരലുണ്ടല്ലോ, ഈ വിരലിൽ കിട്ടിയ വെള്ളമാണ് ദുനിയാവിലെ ജീവിതം. ആ പരന്നു കിടക്കുന്നതാണ് വരാനിരിക്കുന്ന ആഖിറം. അപ്പൊ ഇത് നഷ്ടപ്പെടുന്നു എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്കൊരു വലിയൊരു ഗൗരവമുള്ള ഒരു കാര്യമല്ല എന്ന്. അതുകൊണ്ട് അള്ളാഹ് ഇതൊന്നും കാണുന്നില്ലേ, അള്ളാഹിന്റെ അന്തസ്സിന് നല്ലതില്ലാതിരിക്കലാണ് എന്നൊന്നും പറഞ്ഞ് അവനവന്റെ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാവരുത് എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട വിശ്വാസികളോട് ഉണർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറഞ്ഞു, ഫൽ യൻദുർ ബിമാ യർജി, എന്തുമായിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങുന്നത്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെ പരന്നു കിടക്കുന്നത് ആഖിറവും നിങ്ങളുടെ വിരലിൽ കിട്ടിയ വെള്ളം ദുനിയാവുമാണ്. അത്രയും കാലം നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്തുമായിട്ടാണ് ആ ശാശ്വത ലോകത്തേക്ക് നിങ്ങൾ മടങ്ങുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുപോലെ തന്നെ വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹുവും വലഇബും വഇന്നദ്ദാറൽ ആഖിറ ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതമല്ല, ഇല്ലാ ലഹുവും വലഇബുൻ, കളിയും തമാശയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. വഇന്നദ്ദാറൽ ആഖിറ ലഹിയൽ ഹയവാൻ, ദാറുൽ ആഖിറത്താണ് ജീവിക്കാനുള്ളത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ദാറുൽ ആഖിറത്താണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, നിങ്ങൾ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ. നോക്കൂ, നിങ്ങൾ ഈ ക്രൂരതകളും അതുപോലെ തന്നെ ഈ അപകടങ്ങളും നമ്മുടെ അനിഷ്ടകരമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അള്ളാഹു ഇല്ലാതിരിക്കലാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നിഷേധിച്ചത് കൊണ്ട് ഈ വിപത്തുകളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? നമുക്കങ്ങനെ അള്ളല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് ഇതൊക്കെ വിട്ടെറിഞ്ഞ് പോയാൽ ഈ ദുനിയാവിലുള്ള ഈ വിപത്തുകളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കോ? ഏതെങ്കിലും ശക്തികൾക്ക് സാധിക്കോ? മനുഷ്യന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് സാധിക്കോ? ഒരിക്കലും സാധിക്കില്ല. പിന്നെന്തിനാണ് വിശ്വാസം കൈയൊഴിക്കുകയും അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്ന ഈ ആദർശത്തെയും ഈമാനിനെയും കൈയൊഴിക്കുകയും ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കൃത്യമായി പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഇതൊരു കൃഷിസ്ഥലം മാത്രമാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മാ അന ഫിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത അശ്ശജറ, ഒരു മരത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ. സുമ്മ റാഹ, ആ മരത്തണലിൽ ഒരു അല്പസമയം വിശ്രമിച്ചു. വതറകഹ, എന്നിട്ട് അതിനെ വിട്ടു ഒഴിവാക്കി. അപ്പം ഒരു ദീർഘമായ ഒരു യാത്രക്കിടയിൽ ഒരല്പസമയം ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ദുനിയാവിൽ. അതുകൊണ്ട് എല്ലാ
നിങ്ങളെല്ലാവരും ആ നിലക്ക് തന്നെയാണ്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. ഇവിടെ ഒരു അല്പകാലത്തെ ഒരു തങ്ങൽ, ഒരു ഇടത്താവളം മാത്രം, ശാശ്വതമായ ലോകത്തേക്കുള്ള ആ ലോകത്തെ നന്മക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊള്ളുക. അങ്ങനെ അള്ളാഹുവിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അത് മാത്രമാണ് മനുഷ്യന്റെ സമാധാനത്തിനുള്ള മാർഗം, വിജയത്തിനുള്ള മാർഗം. അല്ലാതെ ഭൗതിക ലോകത്ത് നടക്കുന്ന മരണങ്ങളെയോ വിപത്തുകളെയോ പഴിച്ചുകൊണ്ട് അതിലൊക്കെ സംശയം രേഖപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം കൈയൊഴിച്ചു എന്നതുകൊണ്ട് ഈ വിപത്തിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിൽ ജീവിതം സമർപ്പിക്കുക, അള്ളാഹുവിൽ മനസ്സ് സമർപ്പിക്കുക. എങ്കിൽ ഏത് വിപൽഘട്ടങ്ങളിലും ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, മനക്കരുത്തോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും നേരിടാനും വിജയം വരിക്കാനും ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കാനും നമുക്ക് സാധിക്കും. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും ആ നിലക്ക് ഈമാനിന്റെ കരുത്തോടുകൂടി ജീവിക്കുന്ന വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത്, ഉപദേശിച്ചിട്ടുള്ളത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല പറഞ്ഞു, ഇദാ ഖറജ അർറജുലു മിൻ ബൈതിഹി, ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിലാകുന്നു ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്, തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ റസൂലുള്ള പറയാണ്, യുഖാലു ഹീന ഇദിൻ, ആ സമയത്ത് പറയപ്പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൽ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്, ഹുദീത്ത വ കുഫീത്ത വ ബുഖീത്ത. ഹുദീത്ത, നിനക്ക് മാർഗം നൽകപ്പെട്ടിരിക്കുന്നു, ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നും അർത്ഥമാവാം. ജീവിതത്തിൽ മുമ്പോട്ടുള്ള മാർഗം, വഴി എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു എന്നും അർത്ഥമാവാം. രണ്ടും ശരിയാവാം, അർത്ഥം കിട്ടുന്ന വാക്കാണ്. അപ്പൊ കുഫീത്ത വ ബുഖീത്ത, നിനക്ക് മതിയായ സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഓരോ മനുഷ്യനും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോ നിനക്ക് മാർഗം നൽകപ്പെട്ടിരിക്കുന്നു, ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് മതിയായ സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകൾ പറയുകയും അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ എന്തെങ്കിലും വിപത്തുകളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാവുന്നു എങ്കിൽ അത് ഒരു അള്ളാഹുവിന്റെ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പ്, ഞാൻ പറഞ്ഞല്ലോ, ഈ മുമ്പ് പല ഖുതുബകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യര് ഈ എല്ലാവരും ഒരു അപകടവും വരരുത്, എനിക്ക് മരണം വരരുത് എന്നാണ് എത്ര പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഭൗതിക ലോകത്ത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. ആരും മരിക്കാതിരിക്കുന്നില്ല, ആർക്കും അപകടം സംഭവിക്കാതിരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടാകുമ്പോൾ നമുക്ക് അള്ളാഹു ഹൈറാണ് കണക്കാക്കിയതെങ്കിൽ മാത്രം ഒരു അപകടം സംഭവിച്ചാൽ പോലും അതിൽ അള്ളാഹു ഹൈറായിരിക്കും നമുക്ക് കണക്കാക്കിയിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം പരലോകത്തേക്ക്. ആ നിലക്കാണ് വിശുദ്ധ ഖുർആൻ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യർ കഴിഞ്ഞുപോയി.
നമ്മൾ പോലും അറിയാതെ നമുക്ക് അപകടങ്ങൾ വരികയും വിപത്ത് വരികയും മരണം പിടികൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇപ്പൊ 10, 50, 100 കൊല്ലം മുമ്പേ ഉള്ള ആരും ഈ ഭൂമിയിലില്ല. ഒരു 100 വർഷം മുമ്പേ ഉള്ള ആരും ഭൂമിയിലില്ല. നമ്മൾ പോലും അറിയാതെ ഈ സമൂഹം ഇങ്ങനെ രോഗം വന്നും മരണം വന്നും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. സൂറത്ത് വാഖിയയിൽ നിങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കാൻ ഇത്ര പ്രയാസം? നിങ്ങൾ പോലും അറിയാതെ ഈ ഭൂമിയിൽ ഞാൻ തലമുറയെ മാറ്റി മാറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ കീഴൊതുങ്ങുക, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയവരായിക്കൊണ്ട് ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല പര്യവസാനം ലഭിക്കുന്നവരായി തീരും നമ്മളെ ഏവരും. ആ നിലക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ശരിയായ വിശ്വാസികളായിക്കൊണ്ട് ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കുക റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഖാത്തിമത്ത്, പര്യവസാനം നീ നന്നാക്കി തരണ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് ശിഫ നൽകണ റഹ്മാനെ. സാമ്പത്തികവുമായും ജോലി സംബന്ധവുമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, എല്ലാ പരീക്ഷണങ്ങളും നീ നീക്കിത്തരണ റഹ്മാനെ. 2 ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങളോട് നീ വിട്ടുവീഴ്ച നൽകണ റബ്ബേ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. ഭൗതിക ലോകത്തിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണ റബ്ബേ. മരണം വരെ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.